എത്ര ഫിലിം പ്രൊഡ്യൂസേഴ്സിനെ അറിയാം? ഒരുപാട് ഫിലിം പ്രൊഡ്യൂസേഴ്സിനെ അറിയാം. കാരണം ഞാൻ ഈ മേഖലയിൽ വർക്ക് ചെയ്ത ഒരാളായതുകൊണ്ട് ആന്റണി പെരുമ്പാവൂരുണ്ട്, ലിസൺ സ്റ്റീഫൻ ഉണ്ട്, ആൻഡോ ജോസഫ് ഉണ്ട്, മമ്മൂട്ടി ഫിലിം കമ്പനി ഉണ്ട്. അങ്ങനെ ഒരുപാട് നമുക്കും എനിക്കും പ്രേക്ഷകർക്കും ഒക്കെ അറിയാവുന്ന ഒരുപാട് ഫിലിം പ്രൊഡ്യൂസേഴ്സ് ഉണ്ട്. ഒരു കർഷകൻ ഫിലിം പ്രൊഡ്യൂസർ ആണ് എന്ന് പറയുന്നതിൽ ഒരു വിശ്വാസം വരുന്നുണ്ടോ? ഒരു കർഷകൻ ചിലപ്പോൾ ഉണ്ടാകാം, ചിലപ്പോൾ അദ്ദേഹത്തിന്റെ പാഷനായിരിക്കും. കൃഷി ചെയ്ത് കാശൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ഒരു പടം എടുക്കാവുന്ന ചിലപ്പോൾ അദ്ദേഹത്തിന്റെ പാഷനായിരിക്കും. 5 ലക്ഷം കർഷകർ ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്തു എന്ന് പറഞ്ഞാൽ ആ കഥ വിശ്വസിക്കാൻ ശകലം പ്രയാസമാണ്. അങ്ങനെ ഒരു കഥയുണ്ടോ? അങ്ങനെ ഒരു ഇൻക്രെഡിബിൾ സ്റ്റോറിയാണ് ഇന്ന് നമ്മൾ മോർണിംഗ് ഡ്രൈവിലൂടെ പ്രേക്ഷകരോട് പറയുന്നത്. യെസ്, ആ കഥയുടെ തുടക്കം എങ്ങനെയാണ്? 1970-കളിലാണ് ഈ സ്റ്റോറി തുടങ്ങുന്നത്. നമ്മുടെ ധവള വിപ്ലവത്തിന്റെ പിതാവായിട്ടുള്ള വർഗീസ് കുര്യൻ, അതുപോലെ തന്നെ അമൂലിന്റെ ഫൗണ്ടറും ചെയർമാനുമായിട്ടുള്ള വർഗീസ് കുര്യനും പിന്നെ മിസ്റ്റർ ശ്യാം ബെനഗളുമാണ് കഥാപാത്രങ്ങൾ. തീർച്ചയായിട്ടും. അപ്പൊ ഈ ശ്യാം ബെനഗൾ എന്ന് പറയുന്ന ആള് ഒരു ഡയറക്ടറാണ്, നല്ല ഡയറക്ടറാണ്. അദ്ദേഹമാണ് ഈ അമൂലിന് വേണ്ടി ഒരുപാട് ഫീച്ചേഴ്സ് ഒക്കെ ചെയ്തിരിക്കുന്നത്, ഡോക്യുമെന്ററി ഒക്കെ ചെയ്തിരിക്കുന്നത്. അപ്പൊ പക്ഷെ ഈ പറയുന്ന ഫീച്ചേഴ്സ് അല്ലെങ്കിൽ ഡോക്യുമെന്ററീസ് ഒന്നും അത്ര കണ്ട് മാസ് ഓഡിയൻസിലേക്ക് എത്തിയില്ല. അതായത് ഇവർ ചെയ്യുന്ന കാര്യങ്ങളുണ്ട്, പക്ഷെ അമൂലിന്റെ ഒരു പൂർണ്ണ വളർച്ചയ്ക്കും അല്ലെങ്കിൽ അവർ നേരിടുന്ന ഒരു പ്രശ്നം യഥാർത്ഥത്തിൽ ജനങ്ങളുടെ മനസ്സിലേക്ക് എത്തിക്കാനായിട്ടുള്ള ഒരു കാര്യമൊന്നും ഒരു ഡോക്യുമെന്ററിയുടെ സമയമൊക്കെ നമുക്ക് നന്നായിട്ട് അറിയാമല്ലോ. അതിലൊന്നും സാധിച്ചില്ല. അപ്പോഴാണ് ബെനഗൾ ഒരു സജഷൻ വെക്കുന്നത്, നമുക്കൊരു ഫുൾ ലെങ്ത് ഫീച്ചർ ഫിലിം ചെയ്താലൊന്ന്. അപ്പൊ അത് കേട്ടപ്പം നമ്മുടെ വർഗീസ് കുര്യന് ഭയങ്കര ഡൗട്ട്, ഇതെങ്ങനെ ഇത്രയും പൈസ എത്ര രൂപ വേണമെന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു 10 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ നമുക്കൊരു ഫീച്ചർ ഫിലിം ചെയ്യാന്ന് പറഞ്ഞു. അപ്പൊ അന്നത്തെ സമയത്ത് 10 ലക്ഷം രൂപ അവരുടെ ബിസിനസ്സിലേക്ക് മുടക്കി കഴിഞ്ഞാൽ അതിൽ കൂടുതൽ കാശാവും. ഇതൊക്കെ സിനിമയിലേക്ക് വന്നു കഴിഞ്ഞാൽ പൊട്ടാനും പൊട്ടിപ്പോവാനും സാധ്യതയുണ്ട്. എങ്കിൽ തന്നെയും അവർ നേരിടുന്ന പ്രശ്നം അതല്ല. അതായത് ഇവരുടെ ഈ ഫാർമേഴ്സ് നേരിടുന്ന പ്രശ്നങ്ങൾക്ക് ഈ ഒരു ചലച്ചിത്രത്തിലൂടെ ഒരു പരിഹാരം കാണണം. തീർച്ചയായും. ആ ഒരു സാഹചര്യത്തിലാണ് നമ്മുടെ ബെനഗൾ പറയുന്നു, നമുക്ക് ഫാമേഴ്സിനോട് ഒന്ന് സംസാരിച്ച് നോക്കാം. അതേ സമയത്ത് നമ്മുടെ അമൂൽ യൂണിയനകത്ത് ഏകദേശം 5 ലക്ഷം കർഷകർ ചേർന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ വർഗീസ് കുര്യൻ അങ്ങോട്ട് പോയിട്ട് ഫാമേഴ്സിനോട് സംസാരിക്കുവാണ്. ഇത് കേട്ട പാടെ നമ്മുടെ ഫാമേഴ്സ് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അവർ പറയും, നമുക്ക് ഉറപ്പായിട്ട് ഇത് ചെയ്തിരിക്കണം, നമ്മുടെ പ്രശ്നങ്ങൾ കാണിക്കുന്ന ഒരു സിനിമ തന്നെയാണ്. തീർച്ചയായിട്ടും അഞ്ജന, അതിനകത്തൊരു കാര്യം, ഫാർമേഴ്സ് എല്ലാവർക്കും ഈ ഒരു പ്രശ്നം നേരിടുന്നുണ്ടായിരുന്നു. ഇതിനകത്തൊന്നൊരു വലിയ മോചനം അവർക്ക് ആവശ്യമാണ്. അവരുടെ സാധനങ്ങൾ നല്ല രീതിയിൽ വിപണിയിൽ വിറ്റഴിക്കപ്പെടണം. അപ്പം ഇതിന് പരസ്യം അത്യാവശ്യമാണ് എന്നുള്ള വലിയൊരു തിരിച്ചറിവ് അവർക്ക് എല്ലാം ഉണ്ടായിട്ടുണ്ട്. വേണമെങ്കിൽ ആർക്കെങ്കിലും ഒക്കെ പിന്മാറില്ല, എനിക്ക് അത്ര തരാനില്ല എന്ന് പറയും. പക്ഷെ വളരെ നിസ്സാരമായ ഒരു രീതിയിലാണ് ഇത്രയും വലിയൊരു പ്രശ്നം പരിഹരിക്കപ്പെട്ടത്. 5 ലക്ഷം ഫാമേഴ്സിൽ നിന്ന് 2 രൂപ ഡിഡക്ട് ചെയ്തിട്ട് അത് 10 ലക്ഷം രൂപയായി. അങ്ങനെ ആ ഒരു സിനിമ ഉണ്ടായി. മന്ഥൻ എന്ന് പറയുന്ന സിനിമയാണ് ഉണ്ടായത്. ആദ്യത്തെ ലോകത്തിലെ തന്നെ ക്രൗഡ് ഫണ്ടിങ് മൂവിയാണ് മന്ഥൻ. അതായത് 5 ലക്ഷം പേരായിരുന്നു ഇതിന്റെ പ്രൊഡ്യൂസർ. അതും എത്രയാണ്? 2 രൂപ കൊണ്ടാണ് ചെയ്തത്. അപ്പോൾ ഇത് കേൾക്കുന്നിരിക്കുന്ന ഒരുപാട് ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത്, പല പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ട്. വളരെ സിമ്പിളായിട്ട് ഈ ഒരു പ്രശ്നം പരിഹരിച്ചു. പക്ഷേ ഇവിടെ എല്ലാവരും മനസ്സിലാക്കേണ്ടത് ഒരു കൂട്ടായ്മയുടെ വിജയമുണ്ട്. ഒത്തുപിടിച്ചാൽ മലയും പോരും, പലതുള്ളി പേരുവെള്ളം. മോർണിംഗ് ഡ്രൈവാണ് മത്തായിയും അഞ്ജനയും.